നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അച്ചാച്ചനില്ലാത്തൊരു ദിവസമാണ്. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ചോറുണ്ണുന്നത്. എൻ്റെ പണിയും കഷ്ടപ്പാടും കൊണ്ടൊന്നും അല്ല, അങ്ങനെ വിചാരിക്കരുത്, വേറൊന്നുമല്ല. ചോറുണ്ടെന്ന കാര്യം ഞാൻ മറന്നുപോയി. സമയം 3 മണിയായി, ചോറുണ്ടിട്ടില്ല എന്നുള്ള കാര്യം എൻ്റെ മൈൻഡിലേ വന്നില്ല. കാര്യം ആ കുഞ്ഞിന് ചോറൊക്കെ കൊടുത്തു, ഞാൻ ചോറുണ്ടാൻ മറന്നുപോയിട്ട്. അതാണ് ഇവിടെ ആളിൻ്റെ പ്രശ്നം. നമ്മളൊന്നും ഉണ്ടാക്കില്ല, ചിലപ്പോൾ കഴിക്കില്ല. സത്യമായിട്ട് ഞാൻ ചോറുണ്ടെന്ന കാര്യം മറന്നു. ഞാൻ 3 മണിയായപ്പോൾ ഉറങ്ങണേ, അയ്യോ ചോറുണ്ടില്ലല്ലോ ഞാനൊന്ന്. അല്ല, അന്നേരം ഞാൻ ഓർത്തത് തന്നെയില്ല. അച്ഛനെ വിളിച്ചു കഴിച്ചോന്ന് ചോദിച്ചോട്ടെ, അപ്പോഴാണ് കേട്ടോ ഞാൻ ഓർമ്മ, അയ്യോ ചോറുണ്ടാൻ ഞാൻ മറന്നത്. അച്ഛൻ എവിടെ പോയല്ലോ, അത് ഞാൻ കഴിക്കാൻ മറന്നു. അത്രയ്ക്കുണ്ട് എൻ്റെ വിശപ്പും ഫുഡിനോടുള്ള താല്പര്യവും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇപ്പോഴാണ് ജസ്റ്റ് ചോറുണ്ട് ഫിനിഷ് ആക്കിക്കൊണ്ട്, ചോറുണ്ടോണ്ടിരുന്നപ്പം മമ്മി വിളിച്ചു. അപ്പം ഞാൻ തുടക്കത്തിൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു, അന്നേരം അമ്മ വിളിച്ചു. അപ്പം ഞാൻ ചോറുണ്ട് കഴിഞ്ഞു. അല്ല ആവുട്ടിയുടെ ഫോൺ ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്തേ. ആവുട്ടി ഓരോ ചോറ് പെറുക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവുട്ടിയുടെ ഫോൺ എന്ത് ചെയ്യും? അതാണ് ആവുട്ടിയുടെ ഫോണ്, കണ്ടോ? അത് തിന്നാൻ കൊള്ളുന്നതല്ല. ചേച്ചിമാരെ കാണിച്ചേ, ഇത് കാണിച്ചേ, അമ്മയ്ക്ക് താ. ഇത് കണ്ടോ, ഇതാണ് ആ കുട്ടിയുടെ ഫോൺ. ഇതിൽ ചോറൊക്കെ ഉണ്ട്, എങ്കിലും അതിപ്പോൾ അത് എപ്പോഴും വേണം കേട്ടോ. ആ ഫോൺ അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ടച്ച് ഫോണൊന്നും അവൾക്ക് വേണ്ട, അവൾക്ക് ആ കീപാഡ് ഫോൺ. ആ ഫോണിനൊരു പ്രത്യേകത കൂടിയുണ്ട്, അതെൻ്റെ പപ്പയുടെ ഫോണാണ് കേട്ടോ. അപ്പം എന്തോ ഇതിന് വേണ്ടി വീട്ടിൽ പോയപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തോ ഞങ്ങളത് എടുത്തുകൊണ്ട് വന്നത്. പിന്നെ എനിക്കത് തിരിച്ച് അവിടെ കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നില്ല, മനസ്സിൽ അതിനുള്ളൊരു ഇതില്ല. എനിക്ക് ആ ഫോൺ വേണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. ഇവക്കാണെങ്കിൽ ആ ഫോൺ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളെപ്പോഴും അതിങ്ങനെ എടുത്ത് ഉമ്മ കൊടുക്കും. നമുക്ക് ബാ അമ്മ എടുക്കാം, എൻ്റെ അമ്മച്ചില്ല. അപ്പം അവൾ ആ ഫോണിന് ഉമ്മ കൊടുക്കും, ചിലപ്പോൾ അതെടുത്ത് എറിയും. അപ്പോൾ അവളുടെ ഭയങ്കര സന്തോഷമാണ്. അവൾക്ക് ആ ഒരു ഫോണിൽ നിന്ന് എത്ര വഴക്കുണ്ടാക്കുമ്പോഴും നമ്മൾ അതെടുത്ത് കൈ കൊടുത്തു കഴിഞ്ഞാൽ അവൾ സന്തോഷമായിട്ടിരിക്കട്ടെ. ഫോൺ പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കണം എന്നല്ല ഞാൻ പറയണേ. അതിനകത്ത് സിമ്മില്ല, ബാറ്ററിയില്ല, ഒന്നുമില്ല കേട്ടോ. അത് ജസ്റ്റ് ചുമ്മാ ഒരു കളിപ്പാട്ടമാണ് സാധനം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ, അവളതിന് ഉമ്മയൊക്കെ കൊടുക്കുന്നതാകുമ്പോഴത്തേക്ക് സങ്കടം വരും. എന്താ ഒരു പ്രത്യേക സ്മെല്ലുണ്ട് അതിന്, അതാരും പറഞ്ഞാൽ വിശ്വസിക്കില്ല കേട്ടോ. ഇവിടെ ആദ്യം കൊണ്ടുവന്ന സമയത്ത് എനിക്കെന്തോ ഒരു സ്മെല്ല് വരുന്നു. മോശം സ്മെല്ലല്ല, നല്ലൊരു മണമാണ്, ഒരു പ്രത്യേക മണം. അപ്പോൾ ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു, അച്ഛൻ എന്തിൻ്റെ ഒരു മണം വരുന്നത്? ഈ ഫോണിനാണ് തോന്നുന്നു ഒരു പ്രത്യേക മണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ മണത്ത് നോക്കിയപ്പോൾ ശരിയാണ്, അതിനൊരു എന്തോ ഒരു സ്പെഷ്യൽ മണം ഉണ്ടായിരുന്നു. എന്താ അറിയില്ല, നമുക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആ കുട്ടിക്കത് കാണിച്ച് ആ കുട്ടിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ അവൾ ഈ ഫോൺ എടുത്ത് കാണിക്കൂട്ടോ. അപ്പോൾ എങ്ങനെ കുത്തി വിളിക്കുക, വല്യുപ്പാനെ വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതെടുത്ത് ചെവി വെച്ച് വിളിക്കും. ഇപ്പോഴത്തെ നമ്മൾ ആരും ചെവി വെച്ച് ഫോൺ യൂസ് ചെയ്യാറില്ല. ഞാനൊക്കെയാണ് ഈ വീഡിയോ വിളിക്കുകയാണെങ്കിൽ ഒന്ന് വീഡിയോ കോൾ വിളിക്കുമ്പോൾ സ്പീക്കർ ഇട്ട് സംസാരിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവൾക്ക് എങ്ങനെ അറിയാമെന്നറിയില്ല, അത് ഫോണാണെന്നും അത് ചെവിയിൽ വെച്ച് വിളിക്കാനുള്ളതാണെന്നും ഒക്കെ അവർക്കറിയാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അപ്പം ഇതാണ് കേട്ടോ അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം. ഇത് കുറച്ച് നാളായിട്ട് ഇപ്പോൾ ആ ഒരു ഫോണാണ്. എല്ലാവരും പറയും അവളുടെ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അതെൻ്റെ പപ്പയ്ക്കും ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പനെ പറിച്ച് വെച്ചേക്കാണ് ആ കുഞ്ഞിനെന്ന് പറയും. അപ്പം വൈകിട്ടൊക്കെ നമ്മൾ കുരിശ് വരച്ചിട്ട് സ്തുതിയെല്ലാം നേരത്തെ പപ്പയുടെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കി അവളെ കൊണ്ട് ഞങ്ങൾ സൂചിച്ച് ചെല്ലിക്കൂട്ടോ. ഇപ്പോൾ വലിയപ്പ എന്ത് ചെയ്യുന്നു ചോദിക്കുവാണെങ്കിൽ അവൾ ആ ഫോട്ടോയിൽ നോക്കൂട്ടോ. അപ്പോൾ അത് ആദ്യക്കുഞ്ഞിൻ്റെ ബർത്ത്ഡേ മാമോദിസയ്ക്ക് എടുത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ അതിൽ നോക്കി അവൾ സംസാരിക്കുക, അതിൽ നോക്കും അവൾ വലിയപ്പ എന്ത് ചെയ്യും ചോദിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അതിലിപ്പോൾ അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോണാണത്. അല്ല അവളുടെ അപ്പോഴത്തേക്കും ദേഷ്യം വന്നു കേട്ടോ. എന്നാ മുഖത്തൊക്കെ ചോറിരിപ്പുണ്ട്. ഞാൻ കഴിച്ചു കൊടുത്തിൽ 2-3 ചോറൊക്കെ പെറുക്കി തിന്നും കേട്ടോ. ആ സൈക്കിളെ വെച്ച് കൊടുക്കുവാണെങ്കിൽ, വാക്കറെ വെച്ച് കൊടുക്കുവാണെങ്കിൽ 2-3 ചോറൊക്കെ പെറുക്കി തിന്നും. അപ്പോൾ അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ അവൾ വഴക്കുണ്ടാക്കാതെ ഇരിക്കും. അപ്പം എന്താണ് ഞങ്ങളുടെ പരിപാടികൾ ബാക്കി പിന്നെ പറയാം കേട്ടോ. അങ്ങനെ സമയം പാതിരാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ തുണികളൊക്കെ മടക്കി ഈ കട്ടിലേൽ ഒന്ന് ഒഴിവാക്കിയാൽ മാത്രമേ സത്യം പറഞ്ഞാൽ എനിക്കിവിടെ കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ രൂപം കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. എനിക്ക് ഭയങ്കരമായിട്ട് ചുമയും ജലദോഷം അത്രയ്ക്കില്ലെങ്കിലും ചുമയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ആവക്കുട്ടി ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ മുഖത്തിങ്ങനെ വെച്ച് അതങ്ങ് ശീലമായിട്ടോ. കാരണം അവളെ എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പം ഞാൻ മുഖത്തൊക്കെ വെച്ചാടും. കാരണം അധികം നമ്മുടെ ശ്വാസം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സൂക്ഷിക്കാൻ പറ്റുന്നത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെയൊക്കെ വരും, ചിലപ്പോൾ വരാതിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ എത്ര സൂക്ഷിച്ചാലും ചിലപ്പം അവൾക്കും വരാം, അറിയില്ല. പക്ഷേ നമുക്കെന്താ ചെയ്യാൻ പറ്റുക, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് അച്ഛൻ ഉണ്ടാക്കി തന്ന ചുമ മരുന്നാണ് കേട്ടോ. 2 മെഡിസിൻ കഴിക്കുന്നുണ്ട്.
അപ്പോൾ ഇതല്ലാതെ ഇത് നമ്മുടെ പൊടിക്കൈകൾ എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ ഓരോ ചുമയ്ക്കും ഓരോ സ്പൂൺ ഇത് ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഭയങ്കര എരിവാണ് കേട്ടോ. കഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഇടപാട് തീർന്നു. ഞാൻ അത്യാവശ്യം എരിവ് കഴിക്കുന്ന കൂടുതലാണ്, പക്ഷെ എന്നിട്ട് പോലും എനിക്കിതിൻ്റെ എരിവ് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്കും ഭയങ്കര എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് എന്തായാലും കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു ടിൻ രാവിലെ ആകുമ്പോഴത്തേക്കും മിക്കവാറും ഞാൻ തന്നെ തീർക്കും. കാരണം രാത്രിയിലും എനിക്ക് ഉറക്കം ഭയങ്കര കുറവാണ് ചുമയുള്ളത് കൊണ്ട്. എൻ്റെ ചുമയെക്കുറിച്ച് നമ്മുടെ വീഡിയോ ആദ്യമായി പണ്ടൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അമ്മാതിരി ചുമയാണ് ഞാൻ ചുമയ്ക്കുക കേട്ടോ. ഒരു നോൺ സ്റ്റോപ്പ് ഇല്ലാത്തൊരു സംഭവമായിരിക്കും ചുമയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതെനിക്കറിയാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ എവിടെ, അങ്ങനെയൊന്നും മാറില്ല. അത് ചുമ വന്നാൽ ചുമച്ചേ പോകുള്ളൂ എന്ന് പറയുന്നത്, പനി വന്നാൽ പനിച്ചേ പോകുള്ളൂ എന്ന് പറയും പോലെ എൻ്റെ കാര്യങ്ങളും അങ്ങനെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ചുമ, ബാക്കി എന്തിനും എനിക്ക് പൊറുതിയുണ്ട്. പക്ഷേ ഈ ചുമ എന്ന് പറയുന്ന സാധനത്തിന് മാത്രം ഒരു പൊറുതിയില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പം എരിവ് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഡ്രസ്സ് മടക്കി വെച്ചിട്ട് വേണം എനിക്കിവിടെ കിടക്കാൻ കേട്ടോ. ഹലോ, അപ്പോൾ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. സമയം ഏകദേശം 10 മണിയായിട്ടുണ്ടാവും കേട്ടോ. കാരണം ഈ ഫോൺ മാത്രമേ എന്താണ് ടൈം നോക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പം അച്ചാച്ചനും ആവക്കുട്ടിയും അപ്പുറത്തെ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങിയോന്നറിയില്ല, ഉറങ്ങി. അച്ചാച്ചൻ ഉറങ്ങിയോന്ന് എനിക്കറിയില്ല. അപ്പം ഞാനിവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ തന്നെ ഇരുന്ന് തുണിയൊക്കെ ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വന്നതിനെ കുറിച്ചൊക്കെയുള്ളൊരു വീഡിയോ, അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ ഒരാൾക്കെങ്കിലും ഒന്ന് ഹോസ്പിറ്റലൊക്കെ പോയി ഒന്ന് ചെക്കപ്പ് ചെയ്തേക്കാം എന്ന് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനൊരു വീഡിയോ ചെയ്തത്. പക്ഷെ അതിനകത്ത് എനിക്ക് കണ്ടമാനം നെഗറ്റീവല്ല, നമ്മൾ കള്ളം പറയുന്നതാണ്, ഹോസ്പിറ്റലിലൊന്നും ഇവൾ പോയിട്ടില്ല, നമ്മളെ വെറുതെ കാണിക്കുന്നതാണ്, അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരുന്നത് കാണിക്കുന്നതാണ്. ശരിയാണ്, ഞാൻ ഹോസ്പിറ്റലിനകത്ത് നിന്നതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അസുഖമൊക്കെ അഭിനയമാണ്, അസുഖമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ കാൽഷ്യം, ഒരാൾ കമൻറ്റ് ചെയ്താണ്, കാൽഷ്യമൊക്കെ ഒന്നൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ആൾ വീണ് പോകും. അപ്പം അങ്ങനെയൊന്നും ഒരാൾക്ക് ഇതുപോലെ എഴുന്നേറ്റ് നടന്ന ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനോ വരാനോ ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശരിയാണ്, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് നീ ഇവിടെ വരെ വന്നതെന്ന് ചോദിച്ചു. ഞാൻ നടന്ന് എങ്ങനെ ഇവിടെ വരെ എത്തിയെന്ന് ചോദിച്ചു കേട്ടോ. അപ്പം അതായിരുന്നു എൻ്റെ അവസ്ഥ എന്ന് പറയണത്. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം, ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ഞാൻ എണീറ്റ് നടന്നു പോയി. അതാണ് സത്യാവസ്ഥ. പക്ഷേ ഇത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. അതായത് ഞാൻ ഈ വീഡിയോ കണ്ടതിൽ കുറച്ച് പേർക്ക് വിശ്വാസമില്ല. കാരണം കാൽഷ്യമൊക്കെ ഒന്നായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് വളരെ ശരിയാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ നടന്നതാണ്. അപ്പം ഇത്രയും പേര് കമൻറ്റ് ചെയ്തു, ഒരുപാട് നല്ല കമൻറ്റുകൾ വന്നിട്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ കുറച്ച് കമൻറ്റുകൾ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം, അതൊന്ന് ക്ലിയർ ചെയ്യണം. ഇല്ലെങ്കിൽ നാളെ നമ്മളൊരു കുറ്റക്കാരാകും, അല്ലെങ്കിൽ നുണ പറഞ്ഞതായിട്ട് മാറിപ്പോവരുതെന്ന് വിചാരിച്ചിട്ട് ആണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് നല്ല ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു കോലത്തിലിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയ ചുമച്ചാലും അവക്കുഞ്ഞ് എണീക്കും ചെറിയ സൗണ്ട് കേട്ടാൽ. അപ്പം ഞാൻ 2 ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉറക്ക പ്രശ്നങ്ങൾ എനിക്കുണ്ട്. എനിക്ക് അവളുടെ കൂട്ടത്തിൽ കിടന്നാൽ മാത്രമേ എനിക്ക് ഒപ്പം ഉറക്കം വരുള്ളൂ. കുറേ കാലങ്ങളായിട്ട് ഞാൻ അവളുടെ കൂടെയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവളില്ലാണ്ട് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ എനിക്ക് ഉറക്കമേ വരത്തില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഞെട്ടി കാരണം അവൾ എണീറ്റിട്ട് ഈ താഴെ ഭാഗത്തേക്ക് പോകും, ഇടയ്ക്ക് തലകുത്തി തിരിഞ്ഞൊക്കെ കിടക്കും. അപ്പോൾ അവൾ അങ്ങനെയാണോ കിടക്കണേ എന്നൊക്കെ അറിയത്തില്ലാത്ത ഉറക്കത്തിൽ ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കൂട്ടോ. പിന്നെ ഓർക്കണം, അയ്യോ ഞാൻ വേറെ സ്ഥലത്താണല്ലോ കിടക്കുന്നത് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഉറക്കം ഭയങ്കര കുറവാണ്. അതുകൊണ്ട് പിന്നെ ചുമയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്വാസത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉറങ്ങിക്കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടി അകപ്പാടെ ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇതുപോലെ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഞാൻ ഒറ്റയ്ക്ക് പോയതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായമാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ അത് വേറെ ഒരിടത്തും അല്ലട്ടോ. ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതിനും മോശമായിട്ട് വന്ന് പ്രതികരിച്ചവരുണ്ട്. അപ്പോൾ കൊച്ചിനെയും കൊണ്ടൊക്കെ ഹോസ്പിറ്റലിൽ വണ്ടിയിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിൽ കുഴപ്പമില്ല, വണ്ടി ഒരിടത്ത് നിർത്തിയിട്ടേക്കുന്ന ടൈമിൽ അവരെ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് വണ്ടിക്കകത്ത് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് അച്ചാച്ചനും ആൺകുട്ടിയും വരാതിരുന്നത്. അപ്പോൾ അതെന്തായാലും എനിക്കറിയാം, ഞാൻ നോക്കണമല്ലോ, എൻ്റെ കൊച്ചിൻ്റെ സേഫ്റ്റി ഞാൻ നോക്കണമല്ലോ, അപ്പോൾ എനിക്കെന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അന്നേരത്തെ ഒരു ഇതിൽ പറഞ്ഞതേ ഉള്ളൂ, അല്ലാണ്ട് എനിക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. എനിക്ക് പോകുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡോക്ടർക്ക് ഇങ്ങനെ ചോദിച്ചപ്പോൾ നമുക്ക് മനുഷ്യനല്ലേ, സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം കുറച്ചേറെ കമൻറ്റുകൾ, അതായത് ഞാൻ നുണ പറയുകയാണ്, ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, അത് നമ്മളെ ചുമ്മാ നടന്നു വരുന്നതും പോകുന്നതും കാണിച്ചതേ ഉള്ളൂ, ഒന്നൊന്നും ആയിക്കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല. അപ്പം അത് നിങ്ങളെ ഒരു പ്രൂഫ് സഹിതം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ രാത്രിയിൽ ഈ വീഡിയോ ചെയ്തത്. തെളിവ് സഹിതം നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഇനിയും നിങ്ങൾ അതിനെ ഇതാക്കി പറയാനാണെങ്കിൽ നോ പ്രോബ്ലം. എന്നെ മനസ്സിലാക്കുന്നവർക്ക്, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റിപ്പോർട്ട്. ഇതെല്ലാ റിപ്പോർട്ടും ഇല്ല, ഇത് മറ്റേ കാൽഷ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് തലതിരിഞ്ഞായിരിക്കും കാണുന്നത്. കാൽഷ്യം സ്പോട്ട് യൂറിൻ എന്ന് പറഞ്ഞിട്ട് 1.34 ആണ് കേട്ടോ ഉള്ളത്. അതിൽ ഡോക്ടർ എഴുതിയേക്കുന്നതാണിത്. മോർ ദാൻ 15 വേണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എഴുതിയേക്കുന്നത്. നിങ്ങൾ ക്യാമറ ഇട്ട് കാണിച്ചു തരാം കേട്ടോ, വെയിറ്റ്. അപ്പം ഇതാണ് കാൽഷ്യം സ്പോട്ട് യൂറിൻ. ഇതെനിക്കുള്ളത് 1.34 ആണ്. മോർ ദാൻ 15 വേണം. ഇത് ജനറൽ റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ ഇവിടെ എഴുതിയിരിക്കുന്നതാണ് മോർ ദാൻ 15 വേണം എന്നുള്ളത് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഒരു സ്ഥലത്തല്ല, സത്യം പറഞ്ഞാൽ ഇത് ഞാൻ പുറത്തെ ലാബിൽ ചെയ്യിച്ചതാണ്. നമ്മൾ കാണിച്ച ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ചെക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതിനേക്കാളും കുറച്ച് പോയിൻറ്റും കൂടി കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാം തപ്പി നോക്കി കണ്ടില്ല. ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓക്കെ, ഇതെങ്കിലും എനിക്ക് കിട്ടിയത് ഭാഗ്യം. അപ്പം ഇതാണ് റിപ്പോർട്ട്. ഇത് നുണയാണ് എന്ന് പറഞ്ഞവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചോളൂ. ഇതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല, ഈ പ്രൂഫൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കള്ളത്തരമാണ്, കള്ള അസുഖമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് വീഡിയോ ഇടണമെന്ന് പോലും ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പോസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും മൊത്തം ഇന്നും കൂടി ഞാൻ ഒരാളുടെ വീഡിയോ ആണ് കേട്ടോ. ഒരു വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ പെട്ടെന്നൊരു സെക്കൻഡിൽ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈയിടെ എങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ്. അധികം സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല, പക്ഷേ അവരുടെ ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് റീച്ചായിട്ട് കയറി വരുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നെഞ്ചുവേദനയാണെന്ന് പറയുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും പൾസ് പോയി, ആൾ പോയി. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴത്തേക്കും എന്താണ് ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ നമ്മൾ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയൊരു അലേർട്ടാണല്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നു. ഇപ്പോൾ എനിക്കിത് ചെയ്യുന്നവരൊന്നും കാണിച്ചു തന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ഒരുപാട് പേര് ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങളിതിനെ കാണരുത്, ഒരു അസുഖം എന്നൊക്കെ പറയുന്നത്. വേറെ വീഡിയോയ്ക്കൊക്കെ നിങ്ങൾ പറഞ്ഞു നുണയാണ്, മോശമാണ്, കള്ളമാണെന്നൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല, റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് വേണ്ടിയിട്ടും പറഞ്ഞു. പക്ഷേ അസുഖം അത് ഈ പറയേണ്ട നിങ്ങൾക്കും ചിലപ്പോൾ കാണും, നിങ്ങൾക്കും വരാം, ആർക്കും വരാതിരിക്കട്ടെ. പക്ഷേ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാവുന്നൊരു സംഗതിയാണ് ഒരു വയ്യാഴിക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നല്ല രീതിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനാണ് ഞാൻ നോക്കിയത്. പക്ഷേ എൻ്റെ ഇതിൽ വന്നിട്ട് നീ ആക്ട് ചെയ്യാണ്, നീ അഭിനയിക്കുകയാണ്, ഹോസ്പിറ്റലിലൊന്നും അല്ല നീ പോയേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളുടെ ആ ഒരു പ്രവാഹം കണ്ടപ്പം പിന്നെ ഞാൻ ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്. എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മടക്കാനുണ്ട്. അല്ലാന്ന് വെച്ചാൽ ആ കുഞ്ഞപ്പുറത്ത് ഉറങ്ങുകയാണ്. അപ്പോൾ കുറേ ദൂരമാണ്. അപ്പുറത്തെ റൂമെന്ന് പറയുമ്പോൾ ഹാളൊക്കെ കഴിഞ്ഞ് ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് സംസാരിച്ചാലും അധിക സൗണ്ട് അങ്ങോട്ട് പോവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, ഞാൻ ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ തപ്പി പിടിച്ചെടുത്തിട്ടുണ്ടെന്ന്. എൻ്റെ കയ്യിൽ ഈ എക്കോയുടെ റിപ്പോർട്ട് ഉണ്ട് കേട്ടോ. എക്കോയാണിത്, എൻ്റെ എക്കോയുടെ റിപ്പോർട്ടും ഉണ്ട്. മറ്റേ കാൽഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തപ്പി പിടിച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്നു. ശരി, ഇത് വീഡിയോ ചെയ്തേക്കാം. നമ്മുടെ ഭാഗത്ത് കള്ളത്തരമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് നമ്മളെ സ്നേഹിക്കുന്നവർക്ക്, നെഗറ്റീവ് പറയുന്നവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മളെ സ്നേഹിക്കുന്നവർ ആ ഒരു മെസ്സേജ്, ആ ഒരു കമൻറ്റ് കണ്ടിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് നമ്മുടെ ഭാഗത്ത് സത്യമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത്. ആരെയും നെഗറ്റീവ് പറഞ്ഞവരെ ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല. ഞാൻ കള്ളത്തരമാണ് പറയുന്നതെങ്കിൽ ഓക്കെ,
ഒരു പ്രശ്നമില്ല. ഇപ്പം നമുക്ക് ആരെയാണ് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്? ആരെയും കാണിക്കേണ്ട. നമുക്ക് നമ്മുടെ മനസാക്ഷിക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് നമ്മളെ മനസാക്ഷിക്ക് തെളിയിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിയോട് പറഞ്ഞാൽ മാത്രം മതി. അല്ലാണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നുണയല്ല, ഞാൻ ചെയ്യുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സോറി കേട്ടോ. ചുമ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, എൻ്റെ പണ്ടുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഞാൻ ചുമ വന്നു കഴിഞ്ഞാൽ ഒരു 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചുമക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സംഗതിയാണ് ഈ ചുമ. അതിന് അച്ഛ എനിക്ക് സെറ്റാക്കി തന്നതാണ് ഈ പൊടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇഞ്ചി, കുരുമുളക്, ഇഞ്ചിയല്ല ചുക്ക്, ഇഞ്ചിയുടെ ചുക്ക്, കുരുമുളക്, അങ്ങനെ ഒരുപാട് മിശ്രിതങ്ങൾ ചേർന്നിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിന് ഭയങ്കര എരിവൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ചുമയ്ക്കുമ്പോഴും കുറേശ്ശെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി ഇത് വന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഒരു സ്ഥലത്തല്ല, നമ്മൾ 2 സ്ഥലത്ത് ചെക്ക് ചെയ്തു. ഇത് ഇച്ചിരി കൂടി കൂടിയതാണ് കേട്ടോ. 1.34 എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറവായിരുന്നു. അത് കറക്റ്റ് പോയിൻ്റ് എനിക്ക് ഓർമ്മയില്ല. മനുഷ്യന്മാരല്ലേ, നിങ്ങളിങ്ങനെ ചോദിക്കുന്നോ, നിങ്ങളിങ്ങനെ കമൻറ്റ് ഇടുന്നോ വിചാരിച്ച് ഞാനിത് ഓർത്തിരിക്കും. ഇതുപോലെ ഞാൻ മറന്നുപോയി. 1 പോയിൻറ്റ് സംതിങ് ആണെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് കുറേ തപ്പിയിട്ട് കാണുന്നില്ല. ഇനി ഞാൻ എന്ത് പറയും, കറക്റ്റായിട്ട് കാണിച്ചില്ലെങ്കിൽ പിന്നെ അതും തുണയാന്ന് പറയും. അപ്പോൾ ഞാൻ കുറേ തപ്പി ഇപ്പോൾ കബോർഡിനകത്തൊക്കെ അടിച്ച് പറിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒരു സംഭവം കിട്ടി. ഇത് നമ്മൾ സെക്കൻഡ് ടൈം ചെയ്തതാണ്. അപ്പോൾ ആ സംഭവം എനിക്ക് ഭാഗ്യം കൊണ്ട് കിട്ടി. അതുകൊണ്ട് നിങ്ങളത് കാണിച്ചു തന്നു. മറ്റേ തപ്പിയിട്ട് കണ്ടില്ല. ഓക്കെ, ഇതെങ്കിലും കിട്ടിയല്ലോ. അപ്പോൾ അത് ഇതിനേക്കാൾ കുറവായിരുന്നു. പോയിൻ്റ് ഞാൻ ഓർക്കുന്നില്ല. 1 പോയിൻറ്റ് സംതിങ് ആയിരുന്നു. 1 മേളിലുണ്ടായിരുന്നു, പക്ഷേ 1 പോയിൻ്റ് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇത് 1.34 ആണ്. നിങ്ങളിങ്ങനെ വ്യക്തമായിട്ട് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഒരു തെളിവ് തരാൻ എനിക്കില്ല. എനിക്ക് ചുമയും ഇതൊക്കെ ആകുമ്പോൾ ശ്വാസം മുട്ടും, എനിക്കധികം സംസാരിക്കാൻ പറ്റില്ല. വീഡിയോ കാണുന്നവർക്ക് തന്നെ ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുമായിരിക്കും, ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുമായിരിക്കും. കാരണം നേരത്തേക്ക് അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ശ്വാസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം എടുക്കാൻ വേണ്ടി ഞാൻ ബുദ്ധിമുട്ടുന്നു. അത് ശരിയാണ്, നമ്മളിങ്ങനെ സ്പീഡിൽ സംസാരിക്കുമല്ലേ, പ്രത്യേകിച്ച് നമ്മൾ ഇച്ചിരി ഇമോഷണലായിട്ടും കൂടി സംസാരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതാണ്. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇമോഷണൽ ഫീലിങ്സ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ചെയ്തത്, ഇപ്പം ഇന്നും കൂടി എന്നെ ഒരു ചേച്ചി വിളിച്ചു. എവിടെ നിന്നായിരുന്നു, തമിഴ്നാട് കണ്ടായിരുന്നു കേട്ടോ ചേച്ചി താമസിക്കുന്നത്, പക്ഷെ മലയാളിയാണ്. അപ്പോൾ വിളിച്ചപ്പം നീലഗിരി നീലഗിരി എന്നാണ് വിളിച്ചത്, പേര് മറന്നുപോയി. അപ്പോൾ ചേച്ചി അവിടെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു, എന്തിനാണ് അവ ഈ നെഗറ്റീവ് കമൻറ്റൊക്കെ തലയിലെടുത്ത് വെക്കുന്നത്, എന്തിനാണ് അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത്, അതൊന്നും കൊടുക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ മനസ്സിൽ നിങ്ങൾ എന്നും ഉണ്ടാവും, നിങ്ങൾ എന്തിനാണ് അതിന് കമൻറ്റ് റിപ്ലൈ കൊടുക്കണേന്ന് ചോദിച്ചു. ഇന്നും കൂടി എന്നെ വഴക്ക് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മുടെ ഭാഗത്തൊരു സത്യമുണ്ട് എന്ന് ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. കമൻറ്റ് ഇട്ടപ്പം ആ കമൻറ്റുകൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരിലേക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഒരു കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ കിട്ടുന്നതിൽ കുറഞ്ഞ റീച്ച് മതി എനിക്ക്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അത് കളഞ്ഞത്. പക്ഷേ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നുണ പറയുന്നതല്ല എന്ന് കാണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ റിപ്പോർട്ട് തപ്പിപ്പിടിച്ച് എനിക്ക് എടുക്കാൻ പറ്റിയത്. എക്കോയുടെയും കൂടെ ഉണ്ട്. എക്കോ കാണിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, എനിക്കൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് എക്കോ പ്രത്യേകിച്ച് ഞാൻ കാണിക്കാത്തത്. പക്ഷേ പേര് സഹിതം കാണിക്കുന്നതുണ്ട്. പക്ഷേ അവരുടെ ബാർകോഡ് എന്തൊക്കെയോ നമ്പറുകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എത്രത്തോളം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ കാണിച്ചതിനകത്തും നമ്പറുകളുണ്ട്. പക്ഷെ അത് പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഒത്തിരി പേര് ഈ വീഡിയോ കണ്ടിട്ട് പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഫുഡ് കഴിക്കണം, ഇങ്ങനത്തെ ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അച്ഛയോടൊക്കെ വിളിച്ച് സംസാരിച്ചു വിട്ടു. അതായത് ചെറിയ മീനുകൾ ഇഷ്ടം പോലെ കഴിക്കണം, മുട്ട കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറുമ്പുല്ല് പോലത്തെ ധാന്യങ്ങൾ അങ്ങനത്തെ സാധനമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് വിളിച്ച് പറയുകയൊക്കെ ചെയ്തിട്ട്, ഇങ്ങനെ ഒരു വയ്യാഴിക എന്ന് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ വിളിച്ചു. ഞാൻ നുണ പറയണേ അല്ല, ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മീൻ കഴിക്കണം എന്നൊക്കെ പറഞ്ഞവരോട് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, മീനൊന്നും കഴിക്കില്ല, ആകെ മത്തി മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ ചേച്ചി പറയുന്നത് കേട്ടു, മരുന്നാണെന്ന് വിചാരിച്ചെങ്കിലും ഇച്ചിരി മീൻ കൂട്ടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഡോക്ടറിനോട് പറഞ്ഞിരുന്നു, ചെറിയ മീനിൻ്റെ മുള്ള ഇതൊക്കെ കഴിച്ചാൽ നല്ലതാണ്, കാൽസ്യത്തിൻ്റെ അളവ് കൂടാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പോയി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പം മരുന്ന് കഴിക്കുന്നുണ്ട്, അതിലെന്തെങ്കിലും കൂടിയിട്ടുണ്ടോ എന്ന് നോക്കണം.
അപ്പോൾ അതാണ് എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല, ശ്വാസം മുട്ടിയിട്ട് വയ്യ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നു എന്ന് മാത്രം. ഉണ്ണിയും ആരെയും ബോധിപ്പിക്കാനല്ല, നമ്മുടെ മനസാക്ഷിക്ക് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഇതിനാരും നിങ്ങൾ പറയരുത് കമൻറ്റിന് റിയാക്ഷൻ ചെയ്തെന്ന്. കമൻറ്റിന് റിയാക്ഷൻ അല്ല, ഒരാളുടെയെങ്കിലും മനസ്സിൽ നമ്മൾ ചെയ്തത് റോങ് ആണല്ലോ, നമ്മൾ നുണ പറയുകയാണ് എന്നുള്ളൊരു കാര്യം ഒരാളുടെയെങ്കിലും മൈൻഡിലുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തണം എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ അത്രത്തോളം സിൻസിയറായിട്ട് ചെയ്ത ഒരു കാര്യമാണ്, ഒരാൾക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ച് ചെയ്തൊരു കാര്യമാണ്. അത് നമ്മളെ തന്നെ തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കമൻറ്റ് വന്നിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ലാഗ് അടുപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ലാഗ് അടുപ്പിച്ചതല്ല, ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് അവതരിപ്പിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് പറയണം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ടൈം തയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അങ്ങനെ ഒരു സമയം നോക്കി വെച്ച് പറഞ്ഞല്ല. നമ്മളതിനെക്കുറിച്ച് ആദ്യമുള്ള കാര്യങ്ങൾ സംസാരിച്ച് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ഡ്യൂറേഷനായി പോയിട്ടുണ്ടാവും, അത് ക്ഷമിക്കുക. അല്ലാണ്ട് മനഃപൂർവ്വം വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഡ്യൂറേഷൻ കൂടാൻ വേണ്ടിയിട്ടോ ഞാൻ ലാഗ് അടുപ്പിച്ചതല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ.